ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ചെമ്മീൻ റോസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. എല്ലാവരും കാണണേ. അതിനുവേണ്ടി ആദ്യം ചെമ്മീൻ നന്നായി നമ്മൾ വൃത്തിയായി കഴുകിയെടുത്തിട്ട് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, വറ്റൽമുളക് എന്നിവ എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. സവാള മീഡിയം സൈസിൽ അരിഞ്ഞെടുത്ത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചോ അല്ലെങ്കിൽ അരിഞ്ഞോ എടുക്കാം. അതിന് ശേഷം ഒരു ചട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. അതിനുശേഷം കുറച്ച് ഉലുവയും കൂടി ഇട്ട് പൊട്ടിച്ചോ. പിന്നെ ഇതിന് നമുക്ക് കറിവേപ്പില വേണം, പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില ഇടുന്നില്ല കേട്ടോ. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ കറിവേപ്പില ഇട്ട് ചെയ്യണം, അതാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഇതൊന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കും നമ്മൾ ആ ഇഞ്ചിയും വെളുത്തുള്ളി ആദ്യം ഇട്ട് അതിൻ്റെ പച്ചമണം കളയാൻ വേണ്ടിയാണ്. ചിലരിത് രണ്ടാമതായിരിക്കും ഇടുന്നത്, സവാള ഇട്ടതിന് ശേഷമായിരിക്കും ഇടുന്നത്. പക്ഷേ എനിക്കിത് ആദ്യം ഇടുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം ഇട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ ഒരു പച്ചമണം മാറാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് കഴിഞ്ഞ് അതിൻ്റെ കൂടെ വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുവാണ്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിനകത്തേക്ക് ചേർക്കുവാണ്. കൊച്ചുള്ളി ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ കുറച്ചും കൂടി, പക്ഷേ എൻ്റെ കയ്യിൽ കൊച്ചുള്ളി ഇല്ല, അതുകൊണ്ട് ഞാൻ സവാളയാണ് ഇട്ടേക്കുന്നത്. സവാള ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നല്ലോണം ഒന്ന് അവിടെ കിടന്നൊന്ന് ഫ്രൈ ആകുന്നവരെ ഒന്ന് ഇളക്കുക. അധികം അങ്ങ് ഗോൾഡൻ കളർ ആവണ്ട, ഏകദേശം ഈ ഒരു പാകമായി കഴിയുമ്പോഴേക്കും അതിനകത്തേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളിടുന്നത് കുരുമുളകാണ്. കുരുമുളക് ഒരു ഒരു സ്പൂൺ ഇടാം നമുക്ക്, ചെറിയ സ്പൂൺ കേട്ടോ, ചെറിയ ടീസ്പൂണ്. പിന്നെ അതിനുശേഷം നമ്മളിടുന്നത് ഗരം മസാലയാണ്. ഗരം മസാല 1 ടീസ്പൂൺ ഇടാം നമുക്ക്. ഗരം മസാല 1 ടീസ്പൂൺ ഇട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അതിന് ശേഷമാണ് നമ്മൾ മുളക് പൊടി ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ എല്ലായിടത്തോട്ടും ആ ഒരു മസാലയുടെ ഒരു ഇതെത്തുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ കാശ്മീരി മുളക് പൊടി ഒരു 3-4 സ്പൂൺ ഇടാം, അത് നമ്മുടെ എരിവിനനുസരിച്ച് ഇടാം കേട്ടോ. അപ്പോൾ കാശ്മീരി മുളകിന് അധികം എരിവില്ലാത്തതുകൊണ്ട് ഞാൻ 3-4 സ്പൂണൊക്കെ ഇടാറുണ്ട്. അപ്പോൾ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എണ്ണയിൽ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക, കരിഞ്ഞു പോകാത്ത രീതിയിൽ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കണം, പച്ചവെള്ളം ഒഴിക്കരുത്. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അതൊന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതൊന്ന് നല്ലൊരു ഗ്രേവി പോലെ ആകുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കുക. അങ്ങനെ നന്നായിട്ട് അടച്ച് വെച്ച് വേവിച്ച് വെള്ളമൊക്കെ ഒന്ന് പറ്റിയൊരു ഗ്രേവി ആകും. വളരെ ഈസിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.